സ്വാഗതം. SSLC IT മോഡൽ പരീക്ഷയുടെ സിൻഫിഗ് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഒന്ന് പരിശോധിക്കാം. ഇവിടെ ക്രിയേറ്റ് ആൻ ആനിമേഷൻ ഓഫ് ഫ്രീ കിക്ക് ഗോൾ ഇൻ ഫുട്ബോൾ മാച്ചിൽ ഒരു ഫ്രീ കിക്കിൻ്റെ ഒരു വീഡിയോ തയ്യാറാക്കാനാണ് പറയുന്നത്. ഇതിൽ സൂചകങ്ങൾ കൊടുത്തിരിക്കുന്നത് പ്ലേ ഗ്രൗണ്ട് BG എന്നൊരു ചിത്രം ഉൾപ്പെടുത്തുക, അതുപോലെ ഫുട്ബോൾ PNG എന്നൊരു ചിത്രം ഉൾപ്പെടുത്തുക. അത് രണ്ടും ഇമേജസ് 10 എന്ന ഫോൾഡറിനകത്തുണ്ട്. അതിനുശേഷം ഒരു ആനിമേഷൻ തയ്യാറാക്കി ഫുട്ബോളിൻ്റെ കിക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ആനിമേഷൻ തയ്യാറാക്കി ഹോമിലെ എക്സാം 10ലേക്ക് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യം സിൻഫിഗ് തുറക്കുകയാണ്. സിൻഫിഗ് തുറക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ ഗ്രാഫിക്സിൽ നിന്നും സിൻഫിഗ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. ഇനി നമുക്ക് ചിത്രം ബാക്ക്ഗ്രൗണ്ട് ചിത്രമാണ് ആദ്യം ഉൾപ്പെടുത്തേണ്ടത്. അതിന് ഫയൽ ഇമ്പോർട്ട് എന്നതിലാണ് ശ്രദ്ധിക്കുക. ഫയൽ ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ അല്ല, ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഹോമിലുള്ള ഇമേജസ് 10 ഓപ്പൺ ചെയ്ത് അതിലെ പ്ലേ ഗ്രൗണ്ട് BG എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നു. നമുക്കിനി ഫുട്ബോളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഫുട്ബോൾ ഉൾപ്പെടുത്താൻ വീണ്ടും ഫയൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടാണ്. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് football.png എന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ഈ ഫുട്ബോളിൻ്റെ വലിപ്പം ഒരല്പം കൂടുതലാണ്. ഈ ഫുട്ബോൾ വലിപ്പം കുറയ്ക്കാൻ വേണ്ടി ഫുട്ബോളിലൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഇവിടെ ലെയർ പാനലിൽ കാണാം ഫുട്ബോൾ തന്നെയാണ് സെലക്ഷൻ ആയിരിക്കുന്നത്. ഇനി ഈ മെറൂൺ കളറിൽ കാണുന്ന ഈ നോഡുകളിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ആ ഒരു വലുപ്പത്തിലാക്കിയതിന് ശേഷം നമുക്ക് ഈ കാൽപാദത്തിൽ അടുത്ത് കൊണ്ട് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ആനിമേഷനിലേക്ക് കിടക്കാം. ആനിമേഷനിലേക്ക് കടക്കുമ്പോൾ ആനിമേഷൻ മോഡ് ആദ്യം ഓൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആനിമേഷൻ മോഡ് ഓൺ ചെയ്യുന്നതിന് ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ആനിമേഷൻ മോഡ് ഓൺ ചെയ്യുകയാണ്. നമുക്കറിയാം ഇപ്പോൾ ഇരിക്കുന്നത് 0 ഫ്രെയിമിലാണ്. ആകെ 120 ഫ്രെയിമാണുള്ളത്. നമുക്കൊരു 60 ഫ്രെയിം വരുമ്പോൾ ഒരു ഫുട്ബോൾ നീങ്ങി പകുതി എത്തുന്നത് വരെ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് 60 എന്ന് ഇവിടെ ഈ ഭാഗത്തൊന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം 60 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഇപ്പോൾ 60ാമത്തെ ഫ്രെയിമിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ഫുട്ബോളിനെ ഇപ്പോഴും ശ്രദ്ധിക്കുക, ഫുട്ബോളാണ് സെലക്ഷൻ നിൽക്കുന്നത്. ഈ ഫുട്ബോളിനെ നമുക്കൊരല്പം നീക്കി ഒരു മധ്യഭാഗത്തേക്ക് എത്തിക്കാം. വേറെ ഫുട്ബോൾ ദൂരേക്കാണ് പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വലുപ്പവും ഒരല്പം ഒന്ന് കുറയ്ക്കാം. ഇനി നമുക്കതിൻ്റെ അവസാനത്തെ ഫ്രെയിമാണ് 120ാമത്തെ ഫ്രെയിം. വീണ്ടും നമ്മൾ 120 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു ഫുട്ബോളിനെ ഫുട്ബോൾ കോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് എടുത്ത് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ സൈസ് കുറച്ചുകൂടി ചെറുതാവുന്നതാണ്. നമ്മളെ ആനിമേഷൻ കഴിഞ്ഞു. നമുക്ക് ഈ ആനിമേഷൻ മോഡ് ഓഫ് ചെയ്യാം. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്രെയിം 0യിലേക്ക് ഒന്നുകൂടെ സെറ്റ് ചെയ്തതിന് ശേഷം 0 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമുക്ക് തൊട്ടടുത്ത് തന്നെ പ്ലേ എന്ന ഓപ്ഷൻ ഉണ്ട്, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം ഫുട്ബോൾ അത് നീങ്ങി കിക്ക് എടുത്ത് തന്നെ കോർട്ടിലേക്ക് ഉള്ളിലേക്ക് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ആനിമേഷൻ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആനിമേഷനെ വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അതിന് ഫയലിൽ നിന്നും റെൻഡർ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫയൽ റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ ചൂസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഹോമിലെ എക്സാം 10ലേക്ക് വരുന്നു. ഇവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ _ക്വസ്റ്റ്യൻ നമ്പറും നൽകി ഉള്ളതാണ്. നമുക്ക് അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പർ നൽകിയതിന് ശേഷം .flv എന്നുകൂടെ ചേർക്കുക. ആ ഒരു എക്സ്റ്റൻഷൻ കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ കാണാം എക്സാം 10ലേക്ക് വരുന്നുണ്ട്. ഇനി താഴെ കാണുന്ന റെൻഡർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ പ്രവർത്തനം അവസാനിക്കുന്നു.